കനത്ത മഴയിൽ പാലക്കാട് അട്ടപ്പാടിയിലും ഒറ്റപ്പാലത്തും വീടുകൾ തകർന്നു. ഒറ്റപ്പാലത്ത് അനങ്ങനടി പനമണ്ണ പള്ളിക്കുന്ന ചക്യാവിൽ ഉഷയുടെ വീടാണ് തകർന്നത്. വീട് ശോചനീയാവസ്ഥയിലായതിനെ തുടർന്ന് കുടുംബത്തിന്റെ താമസം ഷെഡിലേക്ക് മാറ്റിയതിനാൽ വലിയ അപകടമൊഴിവായി. രാവിലെ 10ഓടെയാണ് ഓടുമേഞ്ഞ വീട് പൂർണ്ണമായി തകർന്നത്. മൺചുമരുകളും മേൽക്കൂരയും എല്ലാം നിലംപൊത്തി. സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതികളുടെ ആനുകൂല്യം വൈകിയത് കാരണം കുടുംബം സമീപത്ത് ഷെഡ് കെട്ടിയാണ് താമസം. വീട് വീണതോടെ ഷെഡിലെ താമസവും പ്രതിസന്ധിയിലായി. വീട്ടിൽ നിന്നാണ് ഷെഡിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നത്. ഇത് തടസ്സപ്പെട്ട സാഹചര്യമാണ്. വീടിനുള്ളിലുണ്ടായിരുന്ന ഫാനുകളും പാത്രങ്ങളും നശിച്ചു. തലയിൽ ശസ്ത്രക്രിയ പൂർത്തിയായി ചികിത്സയിൽ കഴിയുന്ന ഉഷയും മകൻ രാമചന്ദ്രനും ഉൾപ്പെട്ടതാണ് കുടുംബം. ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേണ്ട സഹായങ്ങൾ അധികൃതർ ചെയ്തു തരണമെന്ന് ഉഷ പറഞ്ഞു. ഞങ്ങൾ വീടിന് എഴുതി കൊടുത്താണ്, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ ഷെഡിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഈ മഴക്കാലം അങ്ങനെ കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ വീടിപ്പോൾ ഇന്ന് രാവിലെ ഒരു 10 മണി നമ്മൾ ഇടിഞ്ഞത്. ഞങ്ങൾ ലേറ്റേക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പാസ്സാക്കി തരാമെന്ന് പറയാമെന്നല്ലാതെ പാസ്സാക്കുന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളൊരു ഷെഡ് മാറിയിട്ട് ഇതിനുള്ള ഇപ്പോൾ താമസിക്കുന്നത്. ഇതിനുള്ള ബാത്റൂമൊക്കെ ഇതിനുള്ളതായതുകൊണ്ട് ഇപ്പോൾ അതിന് താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു അവസ്ഥ. അപ്പോൾ എത്രയും പെട്ടെന്ന് ലൈഫിൽ റെഡിയാക്കി തരികയാണെങ്കിൽ ഒരു ഉപകാരമായിരിക്കും. അതേസമയം ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബവുമായി ഉടൻ എഗ്രിമെന്റ് വെക്കുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. കനത്ത മഴയിൽ അട്ടപ്പാടിയിലും വീട് തകർന്നു. ചാവടിയൂരിൽ വെള്ളിങ്കിരിയുടെ വീടാണ് തകർന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആളപായമില്ല. UTV ന്യൂസ്, പാലക്കാട്.